ഈ വിനോദിന്റെ ഇങ്ങനെയുള്ള ഈ മരണം അത് വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. യാത്രക്കാരെയൊക്കെ ഭയന്ന് ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് റെയിൽവേ ജീവനക്കാർ പറയുന്നു. ഈ ജീവനക്കാരുടെ സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്താത്ത പക്ഷം ജോലി അവസാനിപ്പിക്കേണ്ട സാഹചര്യം പോലും ഉണ്ടെന്ന് അവർ പറയുന്നു. എന്താണ് നിങ്ങളുടെ ഈ പ്രതിഷേധത്തിൽ ആധാരം? എന്തായാലും വിനോദിന് നീതി ലഭിക്കണം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ പ്രതിഷേധത്തിലൂടെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിനോദിന് നീതി ലഭിക്കുക എന്ന ഏറ്റവും പ്രാഥമികമായ കാര്യം. ഒപ്പം ടിക്കറ്റ് ചെക്കിംഗ് ജീവനക്കാർക്ക് ഭയമില്ലാതെ യാത്രക്കാരെ ഭയന്ന് ജോലി ചെയ്യുന്ന സാഹചര്യം നിലവിലുണ്ട്. അത് മാറാതെ നമുക്ക് യാത്രക്കാരുമായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റില്ല. ഒരു ക്രൗഡായ ഒരു കോച്ചിനുള്ളിൽ അല്ല ക്രൗഡ് ഇല്ലെങ്കിൽ പോലും ഒരു യാത്രക്കാരനെ ഡീൽ ചെയ്യുന്ന ടി.ടിക്ക് സ്റ്റേബിളായി വർക്ക് ചെയ്യാൻ കഴിയണം. അതിനുള്ള സാഹചര്യം ഇന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ സംഭവം. ഈ വണ്ടിയിൽ വരുന്ന ആളുകളെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ടിക്കറ്റ് ഇല്ലാത്തവൻ പോലും ഒരു ട്രെയിനിൽ കയറി സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഒന്നാമതായിട്ട് ടി.ടിമാരുടെ എണ്ണം കോച്ചിന് ആനുപാതികമായും യാത്രക്കാർക്ക് ആനുപാതികമായും ടി.ടിമാരുടെ എണ്ണം വർദ്ധിക്കണം. സെക്യൂരിറ്റി സ്റ്റാഫിൻ്റെ എണ്ണം കൂടണം. ഇപ്പോൾ പല വണ്ടികളിലും ട്രെയിൻ എസ്കോർട്ടിനൊന്നും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ നിന്ന് വിടാൻ ആളില്ല. അത്രയേറെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ എണ്ണമെല്ലാം എത്ര കുറഞ്ഞു, ജീവനക്കാരുടെ എണ്ണം എത്ര കുറഞ്ഞാലും റെയിൽവേക്ക് അവരുടെ വരുമാനത്തിലും ഓടുന്ന ട്രെയിനുകളിൽ ഒരു കുറവും വരാതെ പോയിക്കൊണ്ടിരിക്കണം. ഈ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന നിലപാടിലേക്ക് റെയിൽവേ മാനേജ്മെൻറ്റ് മാറിയിരിക്കുന്നു. ഇത്തരം പ്രതിസന്ധിയുള്ള ഘട്ടങ്ങളിൽ RPF ആണ് സാധാരണഗതിയിൽ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷയ്ക്കെത്തുക. അപ്പം അത്തരം ഫോഴ്സിൻ്റെ ഒരു കുറവുണ്ടെന്നുള്ളത് മുൻപേ ഒരു പരാതിയായി നിങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നില്ല? നിരവധി തവണ RPFൻ്റെ സഹായം ആവശ്യം ലഭിക്കുന്നില്ല എന്നുള്ള നിരവധി തവണ നമ്മൾ ഉയർത്തിയിട്ടുള്ള വിഷയമാണ്. അപ്പോൾ നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. പല സ്റ്റേഷനുകളിലും നമ്മളൊരു മെസ്സേജ് കൊടുത്താൽ അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോൾ ഒരു RPFകാരനായിരിക്കും വരിക. ചിലപ്പോൾ ഒരു ക്രൗഡായിരിക്കും വണ്ടിക്കുള്ളിൽ, അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിരിക്കാം, മദ്യപിച്ചിട്ടോ ലഹരിക്ക് അടിപ്പെട്ട ഒരു ഗ്യാങ് ആയിരിക്കും നിൽക്കുന്നത്. അവരെ നേരിടാൻ ഒരു പോലീസുകാരനോ ഒരു RPFകാരനോ വന്നാൽ സാധിക്കില്ല. പലപ്പോഴും അവരെന്ത് ചെയ്യും, അവർ അടുത്ത സ്റ്റേഷനിലേക്ക് മെസ്സേജ് കൊടുക്കും, നിങ്ങൾ അവിടെ വെച്ചിറക്കാമെന്ന് പറയും. അത് പലപ്പോഴും തുറന്നു പോയിക്കൊണ്ടിരിക്കും. സമയബന്ധിതമായി ഇടപെടാൻ സെക്യൂരിറ്റി ജീവനക്കാർ ആവശ്യത്തിനുണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയരഹിതമായി ട്രെയിനിൽ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. കഴിഞ്ഞ കുറേ നാളുകളായി ടി.ടിമാർ അനുഭവിക്കുന്ന ഒരു വലിയ കഷ്ടപ്പാടാണ്. മദ്യപിച്ചും മയക്കുമരുന്ന് അടിമയെയും അങ്ങനെ വരുന്ന ചില സാമൂഹ്യ വിരുദ്ധന്മാർ ടിക്കറ്റ് പോലും എടുക്കാതെ ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോൾ ആ ടിക്കറ്റ് അവരോട് ചോദിക്കുമ്പോൾ ടി.ടിമാരുടെ നേരെ കടന്നു കയറുന്നൊരു സംഭവം ഇവിടെ സ്ഥിരമായിരിക്കുകയാണ്. ഈ മേഖലയിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ട്രിവാൻഡ്രം ഡിവിഷനിൽ ഉള്ള ടി.ടിമാരിൽ 30% വനിതകളാണ്. ആ വനിതകൾ പല സമയത്തും എസ്പെഷ്യലി രാത്രി സമയങ്ങളിൽ ഡ്യൂട്ടി എടുക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് നേരെ പോലും ഇങ്ങനെയുള്ള കയ്യേറ്റ ശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിലെ പ്രധാന പ്രശ്നം സുരക്ഷയില്ല എന്നുള്ളതാണ്. ഇവിടെ ജീവനക്കാരുടെ മനസ്സ് തളർന്നിരിക്കുകയാണ്. യാത്രക്കാരുടെ സുരക്ഷയ്ക്കൊപ്പം ജീവനക്കാരുടെ സുരക്ഷയും ഉറപ്പുവരുത്തി മാത്രം റെയിൽവേ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ്. ഒപ്പം വിനോദിന് നീതിയും ലഭ്യമാക്കണം. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആന്റണി ഗ്രിഗറിക്കൊപ്പം ശ്യാമലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്.